കോർണറിന്റെ ഇന്നത്തെ ട്രാവൽ വ്ലോഗിൽ ബാറക്കുടയിലുള്ള ബീച്ച് റിസോർട്ടിന്റെ വിശേഷങ്ങളാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഞങ്ങളുടെ ഓഫീസിൽ നിന്നാണ് വന്നേക്കുന്നത്. ടീം ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ തവണത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞങ്ങൾ കുറെ ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുന്നത്. റിസോർട്ടിന്റെ പുറത്തുള്ള കാഴ്ചകളാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് മാനേജ് ചെയ്യുന്നത് ഒരു മലയാളിയാണ്. റൂംസിന്റെ അടുത്തായിട്ട് തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതിന്റെ ബാക്ക് സൈഡിൽ തന്നെ ബീച്ചും ആണ്. അപ്പൊ അത് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അതവിടെ ഫുള്ള് കെട്ടിയിട്ടേക്കാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും. അകത്തെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവരൊക്കെയാണ് എൻ്റെ റൂംമേറ്റ്സ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു റൂമിൽ 4 പേരാണ് താമസിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് റൂമൊക്കെ കാണുമ്പോഴേ അറിയാം, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്തുണ്ട്. ഇൻസ്പെക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഒരു റൂമിൽ 4 പേരെ അലൗ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ താമസിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. റൂമിൽ നിന്നുള്ള വ്യൂ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ അടുത്ത് തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളും കാണാൻ പറ്റും. സോ ഞങ്ങള് ടീം ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി ബീച്ചിന്റെ സൈഡിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾക്ക് ഓഫീസിന്റെ യൂണിഫോം ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ബീച്ചിൻ്റെ സൈഡിലേക്ക് പോവാണ്. നല്ല അടിപൊളി വ്യൂ കേട്ടോ. സോ ബീച്ചിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോവാണ്. പക്ഷെ ബീച്ചിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. സെക്യൂരിറ്റി റീസൺസ് കാരണം അത് ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഞങ്ങളുടെ ഗെയിംസ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി ട്രഡീഷണൽ ഫുഡൊക്കെയാണ് ഇവിടെ അലൗഡ്. ഇച്ചിരി എക്സ്പെൻസ് ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് അതിലൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഈ റിസോർട്ടിലുള്ളത്. എല്ലാവരും പല ബാച്ചായിട്ടാട്ടോ ഡിന്നർ കഴിക്കാൻ പോയത്. ഞാൻ എൻ്റെ റൂംമേറ്റ്സിൻ്റെ കൂടെയാണ്. പക്ഷെ അതിനു മുന്നേ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് ഒന്ന് കുളിച്ചിട്ടൊക്കെയാട്ടോ പോയത്. ഏകദേശം 1 മണിക്കൂറിന് മേലെ ഞങ്ങൾ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തു. റൂമുള്ളത് അവർക്ക് മാത്രമേ ഇവിടെ പൂൾ ആക്സസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി എല്ലാവരും ഫ്രഷായി ഞങ്ങൾ ഡിന്നറിന് വേണ്ടി വന്നേക്കാട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് അകത്തുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ മലയാളി ചേച്ചിമാര് സാരിയൊക്കെ കൊടുത്ത് സെർവ് ചെയ്യാനും വെൽക്കം ചെയ്യാനും പുറത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. റിസോർട്ടിൽ താമസിക്കാൻ വരുന്നവര് ഇവിടെ നിന്ന് തന്നെ കഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാം. പക്ഷെ നിയർ ബൈ വേറെ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല. റെസ്റ്റോറൻറ്റ് പുറത്ത് തന്നെ ബീച്ചിന് വ്യൂ ആയിട്ട് തന്നെ ഒരു കള്ള് ഷാപ്പ് ഉണ്ട്. അതേ ഒരു ആംബിയൻസിൽ തന്നെയാട്ടോ അവര് സെറ്റ് ചെയ്തേക്കണത്. എല്ലാ കള്ള് ഷാപ്പിലും കിട്ടുന്ന പോലെ എല്ലാ നാടൻ ഭക്ഷണങ്ങളും കള്ളും ഇവിടെ അവൈലബിൾ ആണ്. രാവിലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അതിന് ടൈമുണ്ട്. രാവിലെ 7 to 10:30 ആയിരുന്നു. റൂം ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് കേട്ടോ കാണിച്ചു തരണേ. ഇത് നമുക്ക് ലൈവായിട്ട് എഗ് ഓംലെറ്റ് ഉണ്ടാക്കി തരുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഔട്ട് സൈഡ് ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. നല്ല അത്രയും ബ്യൂട്ടിഫുൾ ആട്ടോ രാവിലത്തെ വ്യൂ.
ബാർക്കുട എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ലിക്കർ ഷോപ്പ്. ഇപ്പൊ റിസോർട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പൊ ഇവിടം വരെ വന്നിട്ട് ഇവിടെ കയറാതെ പോകുന്നത് എങ്ങനെയാണ്? അങ്ങനെ ബാർക്കുട ലിക്കർ ഷോപ്പിൽ കയറി 1-2 പർച്ചേസ് ഒക്കെ നടത്തി ഒന്ന് കറങ്ങിയിട്ടാട്ടോ ഞങ്ങൾ തിരിച്ചു പോയത്. UAE തന്നെ കമ്പാരിറ്റീവ്ലി ലിക്കേഴ്സ് ചീപ്പസ്റ്റ് റേറ്റിന് കിട്ടുന്ന ഒരു ഷോപ്പ് തന്നെയാണ് ബാർക്കുട. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്, ദുബായിലോട്ട്. അപ്പോൾ എല്ലാവരും ടയേർഡായി, മിക്കവരും കിടന്ന് ഉറങ്ങും കേട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വരാൻ പറ്റുന്ന അടിപൊളി സ്പോട്ട് തന്നെയാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. മറ്റൊരു വീഡിയോ ആയിട്ട് കൊച്ചിക്കോണൂർ നമുക്ക് വീണ്ടും കാണാം.